സംഭാഷണത്തിൻ്റെ ഇടയിൽ വാക്കുമുട്ടാനൊക്കെ സാധ്യതയുണ്ട്. എന്നാലും പറഞ്ഞ് പൂർത്തിയാക്കാൻ വേണ്ടി ശ്രമിക്കും. ഞാൻ കിടക്കുന്ന കട്ടിലിൻ്റെ വശങ്ങളിൽ കുറച്ച് ബാഗെല്ലാം കൊണ്ട് കൂട്ടിയിട്ടിരുന്നു. ഒരു ദിവസം കട്ടിൽ കിടന്നിട്ട് സൈഡിലേക്ക് നോക്കിയപ്പോൾ സ്ഥലക്കൂടുതലുള്ളതാണ് തോന്നി. മുറിയെന്ന് വെച്ചാൽ 3 മീറ്റർ നീളവും 3 മീറ്റർ വീതിയുള്ള മുറിയാവും. അത്ര വലിയ മുറിയൊന്നും പറയാനൊന്നും ഒക്കത്തുണ്ടായിരുന്നില്ല. സാധാരണ വീടുകളുടെ മുറിയൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് ചെറിയ മുറികളായിരുന്നു. എന്നാലും എനിക്ക് കൂടുതൽ വീതി കൂടുതൽ ഉള്ളതാണൊക്കെ തോന്നി. ഇച്ചിരി കൂടെ കുറയ്ക്കാമെന്ന് തോന്നി. അതായത് 3 മീറ്റർ നീളവും 2 മീറ്റർ വീതി അത്ര മതിയെന്ന് തോന്നി. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മളൊരു കട്ടിലിട്ട് കഴിഞ്ഞാൽ 1.5 മീറ്റർ വീതി വരുന്നൊരു കട്ടിലിട്ട് കഴിഞ്ഞാൽ ഒരു 1/2 മീറ്റർ ഒരു മേശയിടാം. അതിനോട് ചേർന്നിട്ട് ഒരു കസേരയിടാം. എന്നാലും നമുക്ക് 1.5 മീറ്റർ കഴിഞ്ഞാൽ പിന്നെയും 1/2 മീറ്റർ ഉണ്ടല്ലോ, നമുക്ക് നടന്ന് പോകാനും വരാനും ഒക്കെ ആയിട്ട് 1/2 മീറ്റർ ഉണ്ട്. അതായത് മുറിയുടെ നീളം 3 മീറ്റർ വേണം, വീതി 2 മീറ്റർ മതി. അതായത് 3 മീറ്റർ നീളം എന്തിനാണെന്ന് വെച്ചാൽ 2 മീറ്റർ നീളം വരുന്ന കട്ടിൽ, അത് കഴിഞ്ഞിട്ട് 1 മീറ്റർ വീതി വരുന്ന വാതിൽ, മൊത്തം 3 മീറ്റർ. ഇനി ആ വാതിൽ തുറന്നു വെച്ചു എന്ന് വെച്ചോ, തുറന്നു വെച്ചാൽ 1 മീറ്റർ പോകും. ആ വശത്തെ ചുവരിന് 2 മീറ്റർ വീതിയേ ഉള്ളൂ. 1 മീറ്റർ പോയി കഴിഞ്ഞാൽ പിന്നെയും ഉണ്ട് 1 മീറ്റർ. അവിടെ വേണമെങ്കിൽ നമുക്കൊരു 1 മീറ്റർ വീതിയും ഒരു 1/2 മീറ്റർ വണ്ണവും വരുന്ന ഒരു അലമാര വയ്ക്കാം. ഇനി അത് സൗകര്യം പോരാന്നുണ്ടെങ്കിൽ മൂലയിൽ 2 വശങ്ങളിലൊക്കെ തുറക്കാൻ പറ്റുന്ന വിധത്തിൽ ഒരു കോർണർ അലമാര വയ്ക്കാൻ പറ്റും. 50 സെൻറ്റ് ഇങ്ങോട്ടും 50 സെൻറ്റ് ഈ മറുവശത്തേക്കും തുറക്കാൻ പറ്റുന്ന വിധത്തിൽ. ഇനി മുറി നീളത്തിലാണ് കേട്ടോ. 3 മുറികൾ നീളത്തിൽ 3 മീറ്റർ നീളം വരുന്ന നീളത്തിൽ 3 മുറി ഒരു വശത്തിൽ. അതായത് ഒരു മുറി 3 മീറ്റർ, അതിന് 3 × 3 9 മീറ്റർ നീളം വരും ഒരു വശത്തിൽ. കുറുകാണ് 2 മീറ്റർ. എല്ലാ മുറികളുടെയും കുറുക് 2 മീറ്റർ 2 മീറ്റർ 2 മീറ്റർ. ഇനി ഈ മുറികളുടെ ചുവരുകൾ വരും, അതിന് 1 മീറ്ററും കൂടെ കൊടുത്തു. അപ്പോൾ 9 മീറ്റർ 3 മുറികളുടെ നീളവും 1 മീറ്ററും കൂടെ ചേരുമ്പോൾ 10 മീറ്റർ. ഒരു വശത്ത് 10 മീറ്ററായി. മുറിയുടെ വീതിയിൽ നിന്ന്, വീതി 2 മീറ്ററാകുന്ന മുറിയുടെ വീതിയിൽ നിന്ന് തുടങ്ങി 3 മീറ്റർ നീളവും 1.5 മീറ്റർ വീതിയും വരുന്ന ഒരു ടോയ്ലറ്റ്, അതായത് വാഷിംഗ് മെഷീൻ ഉൾപ്പെടെ അത്യാവശ്യ സാധനങ്ങളൊക്കെ ഉള്ള ഒരു ടോയ്ലറ്റ്. അതിൻ്റെ മുന്നിലായിട്ട് 1.5 മീറ്റർ അല്ല 1/2 മീറ്റർ വീതിയും 3 മീറ്റർ നീളം വരുന്ന ഒരു ചെറിയ പാസേജ്. അതിൽ വേണമെങ്കിൽ നമുക്ക് ഒരു വാഷ് ബേസിൻ, ചെറിയൊരു വാഷ് ബേസിൻ വയ്ക്കാൻ പറ്റും. വേണമെങ്കിൽ ആ വശത്തായിട്ട് ഒരു വാഷിംഗ് മെഷീൻ വയ്ക്കാൻ പറ്റും. ഇനി 3 മീറ്റർ കഴിഞ്ഞാൽ പിന്നെയുള്ളത് ഒരു കിച്ചൺ, 4 മീറ്റർ നീളവും 3 മീറ്റർ വീതിയും വരുന്ന ഒരു കിച്ചൺ. അപ്പം ഞാൻ പുറകുവശം വരുന്നത് 4 മീറ്റർ നീളം വരുന്നൊരു കിച്ചൺ, 3 മീറ്റർ നീളം വരുന്ന ഒരു ടോയ്ലറ്റ്, 2 മീറ്റർ വീതി വരുന്ന ഒരു മുറി. അപ്പോൾ 2 2 3 2 3 5 5 4 9. അതായത് കിച്ചൻ്റെ 4ഉം ടോയ്ലറ്റിൻ്റെ 3ഉം കൂടെ ചേരുമ്പോൾ 7, റൂമിൻ്റെ കുറുക് 2ഉം കൂടെ ചേരുമ്പോൾ 9. ആ വശത്ത് നമ്മൾ ചുവരുകൾക്കായിട്ട് ഒരു 1 മീറ്റർ കൂടെ കൊടുക്കുന്നു. അപ്പോൾ 10 മീറ്റർ. അപ്പം 10 × 10 ആയി.
ഒരു വശം 10, മുറികൾ വരുന്ന ഒരു വശം 10, ടോയ്ലറ്റ് കിച്ചൺ റൂമിൻ്റെ കുറുകും കൂടെ വരുന്ന ഒരു വശം 10, അത് 10 ഗുണം 10. ഇനി കിച്ചൻ്റെ 4 മീറ്റർ നീളവും 3 മീറ്റർ വീതി, റൂമിൻ്റെ നീളം 3 മീറ്റർ. അപ്പോൾ 3 മീറ്ററിൻ്റെ പുറകിലെ ഒരു മുറിയുടെ 3 മീറ്റർ കഴിഞ്ഞാൽ പിന്നെ മുന്നിലേക്ക് 2 മുറി, അപ്പോൾ 2 മുറിക്കും കൂടെ 6 മീറ്റർ. അപ്പോൾ ആളിൻ്റെ വീതി വരുന്നത് 6 മീറ്റർ. ഹാളിൻ്റെ നീളം, അതായത് ടോയ്ലറ്റിൻ്റെ 3 മീറ്ററും കിച്ചൻ്റെ 4 മീറ്ററും കൂടെ ചേർന്ന 7 മീറ്റർ. അപ്പോൾ 6 ഗുണം 7 ഹാളിൻ്റെ നീളവും വീതിയായി. ഇനി നമുക്കിതിനെ 10 ഗുണം 10 സമചതുര മീറ്ററിലാക്കാം. അപ്പം 10 ഗുണം 10 100 സമചതുര മീറ്റർ. ഇനി അതിനെ നമുക്ക് സമചതുര അടിയിലാക്കാം. 350 സമചതുര അടിയിൽ കുറവാണ്. അതായത് ഞാനൊരു വീട് വെച്ചപ്പോൾ 1000 സ്ക്വയർ ഫീറ്റ് തികയാത്ത വീടിന് ഞാൻ നന്നേ ഞെരുങ്ങിയാണ് വെച്ചത്. ഞെരുങ്ങിയെന്ന് പറഞ്ഞാൽ സാമ്പത്തികപരമായിട്ട് നന്നേ ഞെരുങ്ങി. വീട് വെച്ച് എനിക്ക് പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല, എന്നാൽ താമസയോഗ്യമാക്കുകയും ചെയ്തു. ഇനി നിങ്ങളാരെങ്കിലുമൊക്കെ വീട് വയ്ക്കുന്നുണ്ടെങ്കിൽ ചെറിയ വീട് വയ്ക്കുന്നതായിരിക്കും നല്ലത്. കാരണം അത്രയും ചിലവ് വരാനും സാധ്യതയില്ല. ചിലവ് വളരെ കുറച്ച് ചെറിയ വീട് വയ്ക്കുന്നതായിരിക്കും വളരെ നല്ലത്.